എൻ്റെ പൊന്നു മനുഷ്യ, ഈ ഫോറസ്റ്റ് മുഴുവൻ പേരൊക്കെയാണല്ലോ എൻ്റെ ദൈവമേ. ഇത്ര പേരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യ? ഹൗ ഡെയർ യു? അന്ന് നമ്മൾ ഗുണ്ടൽപേട്ട പോയപ്പോൾ കാശ് കൊടുത്ത് പേരൊക്കെ മേടിക്കാൻ. എൻ്റെ ദൈവമേ, എൻ്റെ വൈക്കത്തപ്പാ ദൂരെ പേരൊക്കെയാണോ? നീ നോക്ക്, ഇതില്ല പേരമരം, നോക്ക്. 1 2 3 ഇല്ല ഇല്ല, അവിടെ ഒരെണ്ണം 4. നമുക്ക് ദൂരെ പേരൊക്കെയാന്ന്. ഇവിടെയൊക്കെ പഴുത്ത് താഴെ വീണ് ചീഞ്ഞ് പഴുത്ത് പഴുത്ത് താഴെ. നോക്ക് നോക്ക് നോക്ക്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെയുള്ള മനുഷ്യരൊന്നും പേരൊക്കെ പറിക്കില്ല? ഇവരെല്ലാവരും അടുത്തുള്ളവരൊക്കെ പോയി പറിക്കും. അവരൊക്കെ വന്ന് പറിക്കാറുണ്ടല്ലോ, ആ വീട്ടിലുള്ളവരൊക്കെ വന്ന് പറിക്കും, ഇവർ പറിക്കും. പിന്നെ അവരുടെ വീട്ടിൽ നമ്മളതിൽ വരും പോകണമെങ്കിൽ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മളൊരെണ്ണം അവരുടെ നിന്നും പറിക്കും, അത്രേ ഉള്ളൂ. എനിക്കുണ്ടല്ലോ ഇത്രയും പഴുക്കുന്ന ഇഷ്ടമല്ല, കടിച്ച് 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 തിന്നോ? ഇഷ്ടം. നിന്റെ നാട്ടിൽ പേരമരമൊന്നുമില്ല? എൻ്റെ നാട്ടിൽ എല്ലാവരും വാങ്ങി വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ ഉണ്ടാവുള്ളേ. പക്ഷെ അതിൽ നിന്നൊക്കെ പേരൊക്കെ പറിച്ചുണ്ടല്ലോ, ചിലപ്പോൾ കൈ വെട്ടും, ചിലപ്പോൾ കാല് വെട്ടും, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കേസ് വരെ കൊണ്ട് കൊടുക്കും. അങ്ങനെ കാര്യമില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇത് ഏതെങ്കിലും പക്ഷി എവിടെന്നെങ്കിലൊക്കെ പേരൊക്കെ തിന്ന് വന്നിട്ട് അപ്പിട്ടിട്ടുണ്ടായതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്ക്, നീ നോക്ക് എത്ര മരം വേണ്ട? 1 2 3 4 5 8. നമ്മുടെ ഈ ഒരു ഇത്ര ഉള്ളത് ഈ കുഞ്ഞു സ്ഥലത്ത് തന്നെ 8 മരം കാണുമല്ലേ? തോട്ടത്തിലേക്ക് വരുമ്പോൾ ഇതിന്നൊക്കെ പേരൊക്കെ കൊണ്ടുതരും. ഇതിന്ന് പറിച്ചിട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ പറിക്കാന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ എപ്പോഴും വന്ന് പറിച്ചേ. ഇതൊക്കെ പണ്ടൊരു കുഞ്ഞു പേരമരം ഉണ്ടായിരുന്നേ, അതില് ഇങ്ങനെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ താത്തി പറിക്കായിരുന്നു. കുറേ നാൾ നമ്മൾ നോക്കിയിരുന്നിട്ടാണ് അതിൽ പേരൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഞാനും വിഷ്ണു എന്ത് ചെയ്യുന്നറിയാമോ, പേരക്ക കൊതി കൊണ്ടിട്ട് ഇങ്ങനെ ചായച്ചിട്ട് ഇങ്ങനെ കടിച്ചു നോക്കും മൂത്തിട്ടുണ്ടോ ഇല്ലേ. കടിച്ചു നോക്കുമ്പോൾ അറിയാമല്ലോ, എൻ്റെ മൂത്തിട്ടില്ല, അതവിടെ വെച്ചേക്കും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് കടിച്ചു നോക്കും. അങ്ങനെ ചെയ്യുമായിരുന്നു ഞങ്ങൾ. ഇതൊക്കെ എന്താ പറയുക, ഇപ്പോൾ നമ്മളെ അടുത്തുള്ള വീട്ടുകാരൊക്കെ പറിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മളിതിൽ ഒരു ഇതാക്കേണ്ട കാര്യമൊന്നുമല്ല. എന്താ വെച്ചാൽ ഇതൊക്കെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ എവിടുന്നോ ഒരു കിളി പേരൊക്കെ തിന്ന് കൊണ്ടുവന്ന് അപ്പിട്ടിട്ടുണ്ടായതായിരിക്കാം. ചിലപ്പോൾ വിചാരിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ടാവുക. നമുക്കിത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയായിരിക്കും. അത് നമ്മൾ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നല്ല. അതിപ്പോൾ 2 എണ്ണം അവർ പറിച്ചു, അല്ല 2 എണ്ണം ഇവർ പറിച്ചു എന്ന് വിചാരിച്ചൊരു കാര്യമാക്കേണ്ട കാര്യമല്ലല്ലോ. അങ്ങനെ അല്ല, ഒന്നും എണ്ണത്തിൽ കൂടുതലുള്ളതല്ല. ഞാനങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നീ നോക്ക്, ഓരോരുത്തർ വാഴ വെച്ച് പിടിപ്പിക്കണം. അതൊരു പണിയെടുത്ത് ഉണ്ടാക്കി ചെയ്യണം. അതൊക്കെ അവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അതിപ്പോൾ പേരൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ അവോക്കാഡോ എന്തോരം നമ്മുടെ വീട്ടിലുണ്ടായി നിൽക്കുന്നത്, അതിപ്പോൾ 2 എണ്ണം ഒരാളൊന്നും അപ്പുറത്തെ വീട്ടിലൊന്നും 2 എണ്ണം പറിച്ചുകൊണ്ട് പോയി പറഞ്ഞുകൊണ്ടൊന്നും പറയാനൊന്നും ചെയ്യാനൊന്നുമില്ല. അവോക്കാഡോയിലും അങ്ങനെ